ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ബിബി വീട്ടിലെ ഇന്നത്തെ വിശേഷം അറിയണ്ടേ? അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ബിബി വീട്ടിലേക്ക് നമ്മുടെ നെവിൻ്റെയും ലക്ഷ്മിയുടെയും അതുപോലെ തന്നെ ഒനീലിൻ്റെയും മാതാപിതാക്കൾ വന്നിട്ടുണ്ട്. ഒനീലിൻ്റെ ബ്രദറും അമ്മയുമാണ് വന്നിട്ടുള്ളത്. അതുപോലെ നെവിൻ്റെ അമ്മയും സിസ്റ്ററും. ലക്ഷ്മിയുടെ മോനെ കൊണ്ടുവന്നിട്ടില്ല, അമ്മ മാത്രമേ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് മോനെ കൊണ്ടുവരാത്തത്? ചെറിയ കുട്ടിയൊന്നല്ലല്ലോ, 4 വയസ്സില്ലേ. കാരണം ആദില നൂറയുടെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാം മനസ്സിലാവുന്ന കുട്ടിയല്ലേ. അപ്പോൾ പിന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നതിനെന്താ? എന്തുകൊണ്ടാണ് അവരെ കൊണ്ടുവരാത്തത്? ചിലപ്പോൾ ആദില നൂറ അവിടെ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും. ഇനി അവരെ കണ്ടുകൊണ്ട് ഇതാരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ അതിന് റിപ്ലൈ കൊടുക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് പൊതുവെ കൊണ്ടുവരാതിരുന്നതായിരിക്കാം. പക്ഷേ ലക്ഷ്മി വിചാരിച്ച് എന്തായാലും മോനെ കൊണ്ടുവരും എന്നാണ് ലക്ഷ്മി വിചാരിച്ചത്. പക്ഷേ എന്തായാലും ആദില നൂറ ഉള്ളിടത്തോളം കാലം അവളുടെ മമ്മി ഒരിക്കലും അവിടേക്ക് മക്കളെ കൊണ്ടുവരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മമാരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഇവിടെയുള്ള ഓരോരുത്തരോടും പറയാനുള്ളത് എന്ന് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ആദില നൂറയെക്കുറിച്ച് ലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട്, എല്ലാവരെയും ഞാൻ എൻ്റെ അമ്പലപ്പുഴ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷേ ആദില നൂറയെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ അത് വന്നാൽ തന്നെ സിറ്റൗട്ടിൽ ഇരിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അമ്മയുടെ അതേ നിലപാട് തന്നെയാണ് ഈ മോൾക്കുള്ളത്. കാരണം ഇവരിപ്പോഴും ഈ ലോകത്തൊന്നല്ല ജീവിക്കുന്നത്. 2025 ലോകം മാറി തുടങ്ങി. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല ഇവർക്ക്. എന്താണ് അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. നമ്മൾ ആരെന്ത് പറഞ്ഞാലും അവർ ഒരിക്കലും ആ ഒരു ഇത് വിടില്ല. അപ്പോൾ എന്തായാലും ആദില നൂറയെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. ഓരോരുത്തരും നമ്മൾ അങ്ങനെയൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ ചോദിക്കും, നിങ്ങളുടെ കുടുംബത്തിലും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെ അംഗീകരിക്കുമോ എന്നാണ് ചോദിച്ചത്. അത് അവരുടെ ഇഷ്ടം. അവർ ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ. അതിൽ തെറ്റും ശരിയും ഏതെങ്കിലും ഒരു കാലത്ത് അവർക്ക് മനസ്സിലാവും. അന്ന് അവർ മനസ്സിലാക്കട്ടെ. അതുവരെ നമ്മൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഈ ലക്ഷ്മിയുടെ മകനെ കൊണ്ടുവരാത്തത് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.